ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ധുവിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ തിരിച്ചടി കൂടുതൽ ശക്തമാക്കുന്നു എന്നുള്ളതാണ്. മനു, കൂടുതൽ വിവരങ്ങൾ. ശക്തമായ തിരിച്ചടി എന്ന വിവരങ്ങൾ വീണ്ടും വരുന്നു. പാകിസ്ഥാൻ ഡ്രോണുകൾ തകർത്തതിന് പിന്നാലെയാണ് ഇന്ത്യൻ ഡ്രോണുകൾ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കടക്കുന്നത്. പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് പാക് അധിനിവേശ കാശ്മീരിൽ സ്ഥാപിച്ചിട്ടുള്ള മിലിറ്ററി സങ്കേതങ്ങൾക്ക് നേരെയാണ് ആദ്യ ആക്രമണം നടന്നത്. അവിടെയുള്ള സൈനിക കേന്ദ്രങ്ങളാണ് ആദ്യം അവിടെ ആക്രമണത്തിന് ഇരയായത്. തുടർന്ന് ഇന്റർനാഷണൽ ബോർഡറിലും ശക്തമായ ആക്രമണം ഉണ്ടാകും എന്ന വിവരങ്ങൾ വരുന്നു. ഡ്രോണുകൾ പൂർണ്ണമായി തകർത്ത സാഹചര്യത്തിൽ ഇന്ത്യ തിരിച്ചടി ശക്തമാക്കുന്നു. ഇനി എത്ര സൈനിക താവളങ്ങൾക്ക് പരിക്കുകൾ പറ്റി അല്ലെങ്കിൽ തകർന്നു എന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഏതായാലും ഈ ചർച്ചകൾ സമാപിച്ചതിന് ശേഷമാണ് സൈനിക മേധാവികളും അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായുള്ള ചർച്ചകൾ സമാപിച്ചതിന് ശേഷമാണ് ശക്തമായി തിരിച്ചടിക്കുക എന്ന ഒരു നിലപാടിലേക്ക് രാജ്യം എത്തിയിരിക്കുന്നത്. പരമാവധി നിയന്ത്രണം എന്ന രീതിയിലായിരുന്നു ഇതുവരെ ഉള്ള ഒരു പ്രതികരണം. പക്ഷേ ഇപ്പോൾ ശക്തമായ ഒരു തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. യെസ്, അതായത് ഇന്ത്യ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിയന്ത്രണ രേഖയിൽ അടക്കം പാകിസ്ഥാന്റെ പോസ്റ്റുകൾക്ക് നേരെ, പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഏതാണ്ട് 7 മണിയോടുകൂടി തന്നെ വലിയ തോതിലുള്ള ആക്രമണം പാകിസ്ഥാൻ ആരംഭിച്ചിരുന്നു. മണിക്കൂറുകൾ നീണ്ട ആക്രമണം ആണ് ഇന്ത്യയിലെ വിവിധ അതിർത്തി പ്രദേശങ്ങളിലേക്ക്, പൂഞ്ചും രജൌരിയും അവന്തിപ്പുരയും ഒക്കെ ഉൾപ്പെടുന്ന മേഖലകളിലേക്ക് തുടർച്ചയായി ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. അത് നിർവീര്യമാക്കിക്കൊണ്ട് ഇന്ത്യ ചെറുത്തുനിന്നു. അതിനുശേഷം ഇതാ നിയന്ത്രണ രേഖയിലടക്കം ഇന്ത്യ തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. മിഥുൻ, ചെറുത്തുനിൽപ്പ് ഒരു ഭാഗത്ത് വലിയ ദൗത്യമാണ്. അതോടൊപ്പം തന്നെയാണ് പാകിസ്ഥാന് നൽകേണ്ട മറുപടിയും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ പുതിയ വിവരം. അഭിലാഷ്, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് പാകിസ്ഥാൻ ഒരു കനത്ത പ്രഹരം, പാക് സൈനിക പോസ്റ്റ് തകർത്തുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം. അതായത് അതിലേറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത്, പാകിസ്ഥാൻ നമ്മുടെ ജനവാസ മേഖലകളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുമ്പോൾ നമ്മൾ സൈനിക നടപടികൾ എന്ന രീതിയിലാണ് നമ്മൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതേ നാണയത്തിൽ ഇങ്ങോട്ട് ഡ്രോൺ അറ്റാക്ക് നടത്തിയപ്പോൾ അതേ രീതിയിൽ ഡ്രോൺ ആക്രമണത്തിലുള്ളത് കൂടി തന്നെ സൈനിക പോസ്റ്റ് ഇന്ത്യ തകർത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തത്. ഇപ്പോൾ ഗുജറാത്തിലും ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വൈറ്റ് ഹൗസ് ഈ ഒരു വിഷയത്തിൽ വീണ്ടും ഇടപെടുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത്, അതായത് ഉടൻ തന്നെ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണണം, ഡീഎസ്കലേറ്റ് ഉടൻ തന്നെ ഉണ്ടായിരിക്കണം, ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കണം. കാരണം രണ്ട് രാജ്യങ്ങളിലും തങ്ങളുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല. ഉടൻ തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു ശമനം ഉണ്ടാകണം എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഇത്തരത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലുകൾ കൂടുതൽ സജീവമാകുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തുടർച്ചയായി 3-ാം ദിവസവും വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ നടത്തുന്നു. പ്രത്യേകിച്ച് പഞ്ചാബിലെ ജനവാസ മേഖലകളിലേക്ക് ഡ്രോണുകൾ തൊടുത്തുവിടുന്നു. ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 3 ഇഞ്ചുറികൾ മാത്രമാണ്. ഫിറോസ്പൂരിൽ ആണ് ഇത്തരത്തിൽ ഡ്രോണിന്റെ ഭാഗങ്ങൾ പതിച്ചുകൊണ്ട് ചില കുടുംബാംഗങ്ങൾക്ക് പരിക്കേറ്റിട്ടുള്ളത്. 3 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. പക്ഷേ അവരുടെ നില ഗുരുതരമല്ല. അവർ ചികിത്സ തുടരുന്ന സാഹചര്യം. അതേസമയം ഇന്ത്യ തിരിച്ചടിക്കുന്നു. നിയന്ത്രണ രേഖയിൽ ഇന്ത്യ ഡ്രോൺ കൊണ്ട് തന്നെ മറുപടി നൽകുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ പോസ്റ്റ് ഇന്ത്യ തകർത്തു, സൈനിക പോസ്റ്റ് തകർത്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം. മഞ്ജുഷ്.